ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്നൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. എന്നും ഒരുപോലെ അല്ല കേട്ടോ. ഇന്നിപ്പോൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നാളെ ചെയ്യുന്നത്. ഇന്നിപ്പം കുറച്ച് പണികൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു ടു ഡു ലിസ്റ്റ് പോലെ. അതെല്ലാം ഒന്ന് ചെയ്യണം. ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു കയറ് ചുറ്റിയെടുക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചുറ്റിയെടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നിയേ. ഇത് നേരത്തെ ഞാൻ റോസ വെച്ചുകൊണ്ടിരുന്നൊരു പാത്രമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചുറ്റി നോക്കുവാണെങ്കിൽ ആദ്യം ചുറ്റി വരുമ്പോഴേക്കും ഭയങ്കര ഈസി ആയിരുന്നേ. പിന്നെ ആ ലാസ്റ്റ് ഒരു കയർ കട്ട് ചെയ്ത് നമ്മൾ വെക്കുന്നൊരു ഭാഗത്ത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ ഇരിക്കാത്ത പോലെ തോന്നിയായിരുന്നേ. പിന്നെ കുറച്ച് പണിപ്പെട്ടിട്ടാണേലും അതവിടെ വെച്ചു. ഏതായാലും അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോരുകയല്ല, വേറെ പേടിക്കാനൊന്നും. ഫൈനൽ ലുക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാനത് ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടിയുടെ ഹൈറ്റിന് ഇവിടെ കറക്റ്റായിരുന്നു. ഇല്ലെങ്കിൽ സാധാരണ അതിൻ്റെ മണ്ടേ മുട്ടിയിട്ട് പിന്നെ നമുക്ക് അവിടെ ഒന്നും വെക്കാൻ പറ്റുകയില്ലായിരുന്നേ. അപ്പോൾ ഏതായാലും കറക്റ്റായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പണിയുള്ളത് സ്പൈസസ് ബോക്സിൻ്റെ കുറച്ച് ബേസൊക്കെ ഒട്ടിക്കാനും അങ്ങനെ കുറച്ച് പണികളുണ്ട്. ആ ബേസ് ഒട്ടിക്കാനുള്ള കുറേ ലേസർ കട്ട് ചെയ്ത സംഭവം നല്ല പൊടിയാണ്. അത് ആദ്യം ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ പാട്ട് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ വെച്ച് അത് കണ്ടുകൊണ്ടിരുന്നായിരിക്കും ചെയ്യുന്നത്. അത് ഏതായാലും ഇന്നിപ്പം പാട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പൊടി തട്ടി അടിപൊളിയാക്കി എടുക്കാം. ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ഓർത്ത് ഒരു മാസ്ക് വെക്കേണ്ടതായിരുന്നു, അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നേ. എന്തായാലും അതൊന്നും ചെയ്യാതെ, മാസ്ക് ഒന്നും വെക്കാതെയാണ് ഞാൻ ചെയ്തേ. അപ്പം നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്തെ വീട്ടിലെ ആൻറ്റി വന്നായിരുന്നേ. പിന്നെ ആൻറ്റിയോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തേ. അപ്പം സമയം പോയതേ അറിഞ്ഞില്ല, നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ കുറേ സമയം അറിഞ്ഞില്ല. ഇപ്പം തന്നെ 12 മണിയായേ. അപ്പോൾ ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏട്ടൻ വരാറായപ്പോഴത്തേനും നല്ല മഴയായിട്ടോ. ഞാൻ ഈ മഴയുടെ ശക്തി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 2:30 ഏട്ടന് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണേ. തന്നെയുള്ളപ്പം കഴിക്കാൻ നേരത്ത് പുറത്ത് പോയിരുന്നേ കഴിക്കാറുള്ളത്. എനിക്ക് അകത്തിരുന്ന് കഴിച്ചാൽ എന്തോ ഒരു തൃപ്തിക്കുറവാണ്. അപ്പോൾ പുറത്ത് വന്നിരുന്നിങ്ങനെ കഴിക്കും. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കുറേ മലകളൊക്കെ കാണാവേ, നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ ഒരുപാട് തവണ ആ ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിലും അത്രയും ഒരു നമ്മൾ കണ്ണിന് കാണുന്ന ആ ഭംഗി അതിന് കാണാൻ പറ്റുന്നില്ലേ. എന്തായാലും നിങ്ങളെയും കൂടെ ഞാനത് കാണിച്ചു തരാവേ. ഇതേ ആ അങ്ങ് കാണുന്ന ഒരു മലയാണേ. നമുക്കല്ലാതെ നോക്കുമ്പോൾ ഇതിൻ്റെക്കാട്ടിലും ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ഫുഡ് കഴിക്കുവാണേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.